വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11 വചനങ്ങൾ 28 മുതൽ 46. വിശുദ്ധ യോഹന്നാൻ 11 അധ്യായം വാക്യങ്ങൾ 28 മുതൽ 46 വരെ. മാർത്ത തന്റെ സഹോദരിയായ മറിയാമിനെ രഹസ്യമായി വിളിച്ച് അവളോട്, നമ്മുടെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. മറിയാം അത് കേട്ട് വേഗം എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നു. യേശു അതുവരെയും ഗ്രാമത്തിൽ കിടക്കാതെ മാർത്ത അവനെ സ്വീകരിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് പുറത്തെ പോയത് കണ്ടിട്ട് വീട്ടിൽ മറിയാമിന്റെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിച്ചിരുന്ന യഹൂദന്മാർ അവളെ അനുഗമിച്ചു. അവൾ കല്ലറയിലേക്ക് കരയുവാൻ പോയതാണെന്ന് അവർ വിചാരിച്ചു. യേശു നിന്നിരുന്നതായ സ്ഥലത്തെ മറിയാം എത്തി. അവനെ കണ്ടപ്പോൾ അവൾ കാൽക്കൽ വീണ്, എന്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവളും കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ യേശു അസ്വസ്ഥനായി നെടുവീർപ്പിട്ടു. ദുഃഖം കൊണ്ട് യേശുവിന്റെ അന്തരംഗം നൊന്ത് കലങ്ങി. യേശു അവരോട്, നിങ്ങൾ അവനെ എവിടെ വെച്ചു എന്ന് ചോദിച്ചു. അവർ അവനോട്, കർത്താവെ, വന്നു കണ്ടാലും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കണ്ണുനീർ ചൊരിഞ്ഞു. അത് കണ്ട്, നോക്കുവീൻ, ഇവനവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് യഹൂദന്മാർ പറഞ്ഞു. എന്നാൽ അവരിൽ ചിലർ, ആ കുരുടന്റെ കണ്ണുകൾ തുറന്ന ഇവന് അവൻ മരിക്കാതിരിക്കുവാൻ വേണ്ടത് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. യേശു നെടുവീർപ്പിട്ടുകൊണ്ട് കല്ലറയ്ക്ക് സമീപമെത്തി. ആ കല്ലറ ഒരു ഗുഹയായിരുന്നു. അതിന്റെ വാതിൽക്കൽ ഒരു കല്ലും വെച്ചിരുന്നു. ഈ കല്ല് എടുത്തു മാറ്റുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത അവനോട്, കർത്താവേ, മരിച്ചിട്ട് 4 ദിവസമായല്ലോ, ഇപ്പോൾ അഴുകിക്കഴിഞ്ഞ് ദുർഗന്ധമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. യേശു അവളോട്, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. അവർ ആ കല്ല് നീക്കി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നീ എന്നെ അയച്ചുവെന്ന് ഈ നിൽക്കുന്ന ജനസമൂഹം വിശ്വസിക്കേണ്ടതിന് അവരെ പ്രതി ഞാൻ ഇത് പറയുന്നതാകുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകളും കാലുകളും തുണി കൊണ്ട് മുഖം തൂവാല കൊണ്ടും ബന്ധിച്ചിരുന്നു. യേശു അവരോട്, ഇവന്റെ കെട്ടുകൾ അഴിക്കുക, ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞു. യേശു പ്രവർത്തിച്ചത് കണ്ടിട്ട് മാർത്തയെയും മറിയയും സന്ദർശിക്കുവാൻ വന്ന യഹൂദന്മാരിൽ പലരും അവനിൽ വിശ്വസിക്കൂ. എന്നാൽ അവർ ചിലർ പോയി യേശു ചെയ്തത് പരീശന്മാരെ അറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടത്, അനുഗ്രഹകരവും വിജയപ്രദവുമായ അൻപത് നോമ്പിന്റെ സമാപനത്തിലേക്ക് നമ്മൾ വരുന്നു. 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞു. ലാസറിന്റെ ശനിയാഴ്ച എന്നറിയപ്പെടുന്ന സുദിനത്തിൽ നമുക്ക് ആരാധിപ്പാൻ നമ്മളിവിടെ ആകർഷിച്ചുകൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. നാളത്തെ ഓശാന പെരുന്നാളിനായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലേ ഒരുങ്ങായിരുന്നു. ഓശാന പെരുന്നാളുകളുടെ ദിവസങ്ങൾ ഒരുക്കത്തിന്റെ ദിവസങ്ങളായി. നാളത്തെ പെരുന്നാൾ അത് സമാഹരിക്കുവാൻ നമുക്ക് ദൈവവിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിന്ന് വായിച്ചതായ തിരുവചനത്തിൽ എല്ലാ വർഷവും ഈ ലാസറിന്റെ ശനിയാഴ്ച നമ്മൾ വായിക്കാറുള്ള വേദഭാഗം ഇന്ന് വായിച്ചിരിക്കുന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച സാഹചര്യം നമ്മളൊന്നുകൂടെ ധ്യാനിക്കുകയായിരുന്നു. ലാസറിന് രോഗം ആയ കാര്യം അറിഞ്ഞിട്ടും കർത്താവ് മരിച്ച് 4-ാം ദിവസമാണ് അവിടെ എത്തിയതെന്നുള്ളത് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹക്കുറവാണെന്നോ കൃത്യവിലോപമാണെന്നൊക്കെ നാട്ടുകാർ തിരിച്ചരിച്ചെങ്കിലും താൻ പുനരുത്ഥാനം ജീവനുമാണെന്ന് തെളിയിക്കുവാൻ, ചീഞ്ഞു നാറിയവരെ കർത്താവിനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ദൈവാത്മാവിന്റെ നിയോഗപ്രകാരമാണ് താൻ വൈകി അവിടെ എത്തിയെന്നുള്ള കാര്യം ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പുനരുത്ഥാനം ജീവനുമായ യേശു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചീഞ്ഞു നാറിയ വശങ്ങളെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള ആ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഈ ലാസറിന്റെ കുടുംബം നമ്മളോട് തരുന്ന സന്ദേശം എന്താണ്? കർത്താവിന്റെ ഒരു അടുത്ത സ്നേഹിതനായിരുന്ന ലാസറിനാണ് ഇത് സംഭവിച്ചത്. ലാസറിന്റെ 2 സഹോദരിമാരും ഈ ലാസറിന്റെ
മരണത്തിൽ ദുഃഖിക്കുന്നതായി നമ്മൾ കാണുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു, അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെയെല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറമായി ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് യേശു ലാസർ ചീഞ്ഞു നാറിയ സമയത്താണ് മരിച്ചിട്ട് 4-ാം ദിവസമാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യം നമ്മളിന്ന് കേട്ടു. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ ഈ ലാസറിൻ്റെ കുടുംബത്തോട് സാദൃശ്യമുള്ളതായ ചില വശങ്ങളുണ്ടെന്നുള്ള കാര്യം എല്ലാ വർഷവും ഈ ലാസറിൻ്റെ ഉയർപ്പിൻ്റെ കാര്യം ഓർക്കുന്നതിൽ കൂടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ലാസറിൻ്റെ കുടുംബത്തിൽ 3 വ്യക്തികളെ കാണുന്നു: ലാസർ, മാർത്ത, മറിയ. ഇതുപോലെ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതമാകുന്ന വ്യക്തിത്വത്തിൽ 3 പേരുണ്ട്. അതാരൊക്കെയാണ്? പാപം ചെയ്യുമ്പോൾ മരിക്കുന്ന വശം ആയ നമ്മുടെ ദേഹിയെ കുറിക്കുന്നതാണ് ഈ ലാസർ. നമ്മുടെ ദേഹവും ദേഹി ആത്മാവുള്ള നമ്മുടെ വ്യക്തിത്വത്തിൽ പാപം ചെയ്യുമ്പോൾ മരിക്കുന്ന വശമാണ് ദേഹി. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് യെഹെസ്കേൽ 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആദാമിനെയും ഹവ്വയെയും ദേഹവും ദേഹിയുള്ള ജീവിയായി ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ നീ വിലക്കപ്പെട്ട പഴം തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞു. മരിച്ചത് ശരീരമല്ല, ദേഹിയാണ്. ദേഹി മരിച്ച അവസ്ഥയിൽ അവിടെ ശരീരം 900-ത്തിലധികം വർഷം പിന്നെ ജീവിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പാപം ചെയ്യുമ്പോൾ മരിക്കുന്ന ദേഹിയും ചങ്കിടിപ്പ് നിൽക്കുമ്പോൾ ശ്വാസം നിൽക്കുമ്പോൾ മരിക്കുന്ന ശരീരവും മരിക്കാത്ത ഒരു ആത്മാവും നമുക്കുണ്ട്. ആത്മാവിന് മരണമില്ല, നിത്യജീവിയാണ്. എന്നാൽ ആത്മാവിൻ്റെ മരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള വേർപാടാണ്, ഇല്ലാതാകാനൊക്കെ. നമ്മൾ പാപികളായി തുടരുകയാണെങ്കിൽ, യേശുവിനെ വിശ്വസിക്കാതെ തുടരുകയാണെങ്കിൽ, മരണമില്ലാത്ത നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർതിരിക്കപ്പെട്ട് വേർപാട് അനുഭവിച്ച് അത് നിത്യനരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതവിടെ നിത്യമായി കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മരണമില്ലാത്ത ആത്മാവിൻ്റെ മരണം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി നരകത്തിൽ ചെന്ന് വീഴുന്ന അനുഭവം. അത് 2ാമത്തെ മരണമെന്ന് അതിന് പേരുണ്ട്. വെളിപ്പാട് ദിവസം അങ്ങനെ ഒരു പേര് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ 1ാമത്തെ മരണം ദേഹിയുടെ മരണത്തിൽ, ദേഹി പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മരണം, ശരീരത്തിൻ്റെ ചങ്കിടിപ്പും ശ്വാസോച്ഛ്വാസം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഒരു മരണം. അങ്ങനെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും മരണമുണ്ട്. അത് പല വിധത്തിലാണ്. ലാസറിൻ്റെ കുടുംബത്തിൽ, ലാസറിൻ്റെ വീട്ടിൽ യേശുവിൽ നിന്ന് അകന്നിരുന്ന സമയം, യേശു ദൂരെയായിരുന്ന സമയത്താണ് ലാസർ മരിക്കുന്നത്. നമ്മുടെ ദേഹിയാകുന്ന ലാസർ കുട്ടികൾ, നമ്മുടെ ദേഹിയാകുന്ന ലാസർ മരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ്. ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ച മരണത്തിന് കയറി വരാനുള്ള പഴുതായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെയുള്ള നോട്ടങ്ങളും ചിന്തകളും നടപ്പുകളും ഇരിപ്പുകളും ഇടപെടലെല്ലാം അത് പാപമരണത്തിൽ എത്തിച്ചേർക്കും എന്നുള്ള കാര്യവും ഒരു സത്യമാണ്. പിന്നെ ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം നമ്മൾ ധ്യാനിക്കുന്ന ദിവസത്തിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ, നമ്മുടെ കുടുംബത്തിലും തോലത്തിൽ ലാസറുമാര് മരിച്ചിട്ടുണ്ട്. പാപത്തിൽ മരിച്ചിട്ട് ഇതുവരെയും ഉയർക്കാതെ ചീഞ്ഞ നാറി കിടക്കുന്ന പല ദേഹിയുടെ മണ്ഡലങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. യേശു 2ാമത്തെ വരാത്തത് അതുകൊണ്ടാണ്. ഇന്നേ ദിവസം ഈ ലാസറിൻ്റെ ശനിയാഴ്ച അന്ന് കർത്താവ് ചെയ്തതുപോലെ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ലാസർ കുട്ടികളെ ഉയർപ്പിക്കാൻ കർത്താവിൻ്റെ ശബ്ദം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ശബ്ദത്തിന്, യേശുവിൻ്റെ സാന്നിധ്യത്തിന്, യേശുവിൻ്റെ കൽപ്പനയ്ക്ക് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ മരിച്ച ദേഹിയെയും ഉയർപ്പിക്കാൻ കഴിവുണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളുടെയും നമ്മുടെ പൂർവികരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും മരിച്ച വശങ്ങൾ, ഇന്ന് ഭാഗമായ ചില വശങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ കുർബാനയ്ക്കുള്ള പ്രത്യേകത. കാരണം ഇന്ന് വിശുദ്ധ കുർബാന നടക്കുന്ന എല്ലാ പള്ളികളിലും യേശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിൻ്റെ ശബ്ദം കേട്ട് ഇന്ന് ഭാഗമായ ചില ദേഹിയുടെ മണ്ഡലങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് പന്തിയിലിരിക്കും. നമ്മളിപ്പോൾ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്.
അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ലാസറിന്റെ കെട്ടുകൾ അഴിയപ്പെട്ട് ആ ലാസർ യേശുവിനോടൊപ്പം ഒരു വലിയ വിരുന്നിൽ പങ്കുചേർന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന ഉയർത്തെഴുന്നേൽക്കുന്ന പ്രാണക്കുട്ടികൾക്ക് ഒരു വിരുന്നായിരിക്കും. ഇന്ന് മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ഒത്തിരി പ്രാണക്കുട്ടികളുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ 40 ദിവസത്തെ ഉപവാസം കർത്താവ് പരിഗണിച്ചിട്ട് കർത്താവിൻ്റെ സ്വർഗത്തിലെ പിതാവിന് സന്നിധിയിലുള്ളതായ ആ ശത്രുവിനെ പാദപീഠമാക്കുവാനുള്ള ആ ഒരു യുദ്ധത്തിൽ വിജയം കൈവരിച്ച കർത്താവ് ഇന്നു മാത്രം അനേക മരിച്ച ചീഞ്ഞനാറിയ അവസ്ഥയിലിരിക്കുന്ന പ്രാണനെ ഉയർപ്പിച്ച് ഇന്നിവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ സങ്കേത ഭവനത്തിൽ അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാണക്കുട്ടികൾ ഈ കുർബാനയെ സംബന്ധിക്കുന്ന എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ എല്ലാ ധ്യാനമന്ദിരങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ സുവിശേഷ യോഗം നടക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റരെല്ലാം പന്തിയിലിരിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം പന്തിയിലിരിക്കാം, എഴുന്നേൽക്കാം. ഇപ്പോൾ നമുക്ക് വാങ്ങിപ്പോയവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ഇന്ന് പുതുതായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന പ്രാണക്കുട്ടികളെയും കൂടെ ചേർത്ത് വെച്ച് ഈ സദ്യയിൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മളിപ്പോൾ വാങ്ങിപ്പോയവരെ ഓർക്കാൻ വേണ്ടി ഒരു പായിട്ട് അവർക്ക് വേണ്ടി ധൂപം വയ്ക്കുന്ന എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ധൂപപ്രാർത്ഥന നടത്തണമെന്ന് അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട്. ഇന്ന് വീടുകളിൽ കുർബാന ധൂപം വയ്ക്കുന്ന വീടുകളുണ്ട്. നമ്മളെല്ലാ വാങ്ങിപ്പോയവരെയും ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ ഇന്ന് നമുക്ക് സ്നേഹവിരുന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്ന അവരെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുകയാണ്. എല്ലാവർക്കും അതിൽ സംബന്ധിക്കാം. മക്കളെല്ലാം പെൺകൃപ ചെയ്യുന്നതുപോലെ